രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലബാറുകാരുടെ പഴം നിറച്ചത്. ഈ നോമ്പുതുറ സമയങ്ങളിലെല്ലാം മലബാറിലെ മിക്ക വീടുകളിലും ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ പഴം നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി 3 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 പിഞ്ച് ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, അതുപോലെ മുന്തിരി വേണം. പഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഇങ്ങനെ കീറി കൊടുക്കണം. മുഴുവനായിട്ട് കീറുമല്ല, ഇങ്ങനെ കീറുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിന് ഇടയിലുള്ള കറുത്ത ഇത് പോക്കാൻ വേണ്ടിയാണ്. കൈ വെച്ച് ഇങ്ങനെ വിടർത്തി കൊടുക്കാം. ഇങ്ങനെ വിടർന്നു വരും. അതിനുശേഷം ഒരു കത്തി വെച്ച് ഇതിനിടയിലുള്ള ഈ കറുപ്പ് മാറ്റണം. ഇപ്പം ഇങ്ങനെ പുറത്ത് വരും. ഇത് നമുക്ക് മാറ്റിക്കളയാം. ഇങ്ങനെ കിട്ടി. ഇതുപോലെ ബാക്കിയുള്ള 2 കൂടി ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. എന്നിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുവാണ് വേണ്ടത്. തേങ്ങയുടെ കൂടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി വാട്ടിക്കൊടുത്ത് ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നതാണ് പാകം. ഒന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം നെയ്യ് ഇട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വറുത്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ വറുത്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം തേങ്ങയുടെ കളർ ഇങ്ങനെ മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നന്നായി വാടിയിട്ടുണ്ട്. മുന്തിരി ഇതുപോലെ വലുതായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ചില ആൾക്കാർ നന്നായിട്ട് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പം ടേസ്റ്റ് ഒരു വേറെയാണ്. ഞാനൊരു ഇങ്ങനെ മാറാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ഒരു ബൗളെടുത്തു. അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെള്ളം വേണ്ട, അധികം ലൂസാവണ്ട നമ്മുടെ മാവ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഇത് കൂട്ട് ശരിയായിട്ടുണ്ട്. ഈ പഴത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട്. ഫില്ല് ചെയ്തു. ഇതുപോലെ 3 എണ്ണത്തിന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. 3 പഴവും ഞാൻ തേങ്ങ നിറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ബാക്കി വന്നിട്ടുണ്ട്. ഓരോ പഴവും എടുത്തിട്ട് ഇവിടെ ഒന്ന് നമ്മൾ ഇവിടെ മുറിച്ച് വെച്ച ഭാഗത്ത് ഈ മൈദ കൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടച്ചു കൊടുക്കാം. ഇതുപോലെ ഫുൾ ചെയ്തെടുക്കണം. ഇതുപോലെ 3 ചെയ്തെടുക്കാം. 3 പഴം ഇങ്ങനെ മൈദ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ പഴം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ട് ഇത് ഓരോ പഴമായിട്ട് പൊരിച്ചെടുക്കാം. പഴം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരണം. ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീൽ ചെയ്ത ഭാഗം ആയി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ആയി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുവരെയാണ് എടുക്കേണ്ടത്. ചില ആൾക്കാർ മൈദയിൽ ശരിക്കും മൊത്തത്തിൽ മൈദയിൽ കവർ ചെയ്തിട്ട് എടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കീറിയെടുത്ത ആ ഒരു ഭാഗം മാത്രമാണ് മൈദ കൊണ്ട് സീൽ ചെയ്തിട്ടുള്ളത്. ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അങ്ങനെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അധികം പഴുക്കാത്ത പക്ഷെ നല്ല മധുരമുള്ള പഴമാണ് ഇതിന് ഏറ്റവും യോജിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.